ആശുപത്രിയിൽ നിന്ന് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മിഥുൻ്റെ ശരീരം സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കാനായി കൊണ്ടുവരിക. രഘുനാഥ് നാരായണനുണ്ട്. രഘു, ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? സ്കൂളിൽ എത്ര സമയം പൊതുദർശനം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? കൊടുക്കുന്ന സുരേഷ് എം പി അടക്കമുള്ള ജനങ്ങളും ഇതിൻ്റെ ബന്ധുക്കൾ ഒക്കെ ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങി ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ധാരാളം ആളുകൾ ഇതിനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ടാണ് അത്രയുള്ള തിക്കും തിരക്കുമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ആശുപത്രിയിലെത്തിയ ആളുകളൊക്കെ ഇതിനെ ഇന്ന് അവസാനമായി കാണാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ തിക്കും തിരക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആംബുലൻസിൽ മൃതദേഹം വെച്ചതിന് ശേഷം മിഥുനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അന്ത്യാഞ്ജലി അർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. മിഥുൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അവൻ്റെ അന്ത്യയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അവൻ കഴിഞ്ഞ ദിവസവും ഈ അപകടമുണ്ടാകുന്നതിൻ്റെ അന്നും രാവിലെ അച്ഛനോടൊപ്പം പോയ വഴികളിലൂടെ അവൻ അവസാന യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഇവിടെ നിന്ന് മൃതദേഹം നേരെ കൊണ്ടുപോവുക അവൻ പഠിച്ച സ്കൂളിലായിരിക്കും. അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വൈകുന്നേരം വീട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്ക് ഒരു അതിവൈകാരികമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെയുള്ള മനുഷ്യരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മിഥുൻ അവൻ്റെ അവസാന യാത്രയ്ക്കായി അവനെ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആംബുലൻസ് പതുക്കെ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പതുക്കെ സ്കൂളിലേക്ക് പുറപ്പെടുകയാണ്. എം പി അടക്കമുള്ള ആളുകൾ, ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ ആംബുലൻസിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറമാണ് സ്കൂളുള്ളത്. അരമണിക്കൂറിനകം അവിടെ 11 മണിയോടുകൂടി അവിടെ മൃതദേഹം സ്കൂളിലെത്തിക്കും. അവിടെ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയ്ക്കെത്തിയ ആളുകൾക്കൊന്നും ഇതിനെ നേരിട്ട് പരിചയം ഉണ്ടാകില്ല. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങളിലെല്ലാം, ദൃശ്യമാധ്യമങ്ങളിലാണെങ്കിലും അച്ചടി മാധ്യമങ്ങളിലാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലെല്ലാം അവരുടെ അതിൽ ഒരു തവണയെങ്കിലും മിഥുൻ്റെ ഫോട്ടോ കാണാത്ത, വാർത്ത കേൾക്കാത്ത, അവനെക്കുറിച്ച് സങ്കടപ്പെടാത്ത മനുഷ്യരുണ്ടാവില്ല. അങ്ങനെ കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരുമൊക്കെയായി ധാരാളം ആളുകൾ ഇവിടെ ആംബുലൻസിൻ്റെ അടുത്ത് കൂടിയിട്ടുണ്ട്. അവർക്ക് കാണാനുള്ള കാരണം ഇത് തുറന്ന, അല്പം സാധാരണ നിലയിലുള്ള ആംബുലൻസ് അല്ല, അല്പം തുറന്ന ആംബുലൻസ് ആയതുകൊണ്ട് ആളുകൾക്ക് ഇതിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഈ വഴുതികളെ ആളുകൾ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കാണിച്ച് പതുക്കെയായിരിക്കും ആംബുലൻസ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ആളുകൾ, ജനപ്രതിനിധികളടക്കം പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ചുറ്റും, ആശുപത്രിക്ക് ചുറ്റും, ആശുപത്രിയുടെ മുകളിലുമൊക്കെയായി ആളുകൾ ഇങ്ങനെ ഇതിനെ അവസാനമായി നമുക്ക് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. മിഥുൻ പലപ്പോഴും ചികിത്സയ്ക്കായിട്ടൊക്കെ എത്തിയിട്ടുള്ള ആശുപത്രി ആയിരിക്കാം ഈ താലൂക്ക് ആശുപത്രി. കാരണം ശാസ്താംകോട്ടയിലെ ദേവലക്കര അടക്കമുള്ള പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. സ്വകാര്യ ആശുപത്രികളൊന്നും അത്ര കാര്യമായിട്ടില്ലാത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ആളുകൾ ചികിത്സയ്ക്കും മറ്റുമൊക്കെയായി എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ്. മിഥുനും ഒരു പക്ഷേ പലതവണ ഇവിടെ എത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മടക്കയാത്ര അവനോ അവൻ്റെ വീട്ടുകാരോ വിദൂര സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വലിയൊരു ആൾക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. ഇവരൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ നേരിട്ടറിയാവുന്നവരോ ഒന്നും ആയിരിക്കില്ല. വിവരം കേട്ടറിഞ്ഞവരും കണ്ടറിഞ്ഞവരുമൊക്കെ അവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയതാണ്. മൃതദേഹം ആളുകൾക്ക് കാണാൻ വേണ്ടി ആംബുലൻസിൽ നിന്ന്
ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ മൃതദേഹം കൊണ്ടുപോവുക, ആളുകൾക്ക് പുഷ്പചക്രം അർപ്പിക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. കാരണം ധാരാളം ആളുകൾ ഈ മരണവിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകൾ വീടുകളിലുമൊക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ മിഥുൻ്റെ അല്ലെങ്കിൽ ഈ ആംബുലൻസ് കാണുന്ന ആളുകളുടെ മുഖത്തെല്ലാം നമുക്ക് ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് കാണാം. ചില അമ്മമാർ, മിഥുൻ്റെ അമ്മയുടെയൊക്കെ സുജയുടെയൊക്കെ പ്രായമുള്ള അമ്മമാരൊക്കെ പദം പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പദം പറഞ്ഞ് കണ്ണ് നനയ്ക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അത്രമേൽ സങ്കടകരമായ അവസ്ഥയാണ്, അത്രമേൽ സങ്കടകരമായ മാനസികാവസ്ഥയിലാണ് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം ഉള്ളത്. സ്വാഭാവികമായി തന്നെ ഒരു കുഞ്ഞ് നമ്മുടെ എല്ലാം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൻ്റെ മുഴുവൻ ഒരു അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ സംവിധാനത്തിൻ്റെ ശരിയായ ഇടപെടൽ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ വെച്ച് ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്നു. അത് എത്രത്തോളം അമ്മയ്ക്കും ഇതിനെ അറിയാവുന്നതാണോ? കണ്ടോ അമ്മയൊക്കെ വളരെ മനുഷ്യർ ആർക്കും ആ മിഥുനെ കണ്ട ആളുകൾക്കാർക്കും കണ്ണ് നനയാതെ കണ്ണ് നിറയ്ക്കാതെ ഹൃദയമിടിപ്പ് കൂട്ടാതെ തിരിച്ചു വരാൻ പറ്റില്ല. അത്രമേൽ വൈകാരികമായ ഒരു യാത്രയയപ്പ് നാട് മിഥുന് നൽകുകയാണ്. ആളുകളൊക്കെ ഈ ആശുപത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ആവശ്യങ്ങൾക്കൊക്കെ വന്ന ആളുകളാണ്. മിഥുനെ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത, മിഥുനെ നേരിട്ടറിയാത്ത അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെ അറിയാത്ത മനുഷ്യരൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.